സുസൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തു പറ്റി? ഒരു ചെറിയ ആക്സിഡന്റ്. കാണിച്ചേ നോക്കട്ടെ. ഓ, ഇത് ചെറിയൊരു സ്പ്രെയിൻ, കുഴപ്പമില്ല. എന്നിട്ട് ടോണി എവിടെ? ഇതുവരെ എഴുന്നേറ്റില്ലേ? അങ്ങനെ സംഭവിക്കാത്താണല്ലോ. അച്ഛൻ എന്താ പേടിച്ചു പോയോ? മോള് പൊയ്ക്കോ, ഞാൻ അല്പം കൂടെ കിടക്കട്ടെ. ആഹാ, നല്ല ആളാ. മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ശ്യാം, ഇന്ന് വേണ്ട, ആകെ ഒരു തളർച്ച. ശ്യാം പൊയ്ക്കോ. അച്ഛൻ എണീറ്റേ, എന്തൊരു കിടപ്പായത്. അല്ലാതെ പിന്നെ. സൂസൻ, പ്ലീസ് ശല്യപ്പെടുത്താതെ നീ ഒന്ന് പോകുന്നുണ്ടോ? ഞാനിവിടെ കിടന്നൊന്ന് ഒടുങ്ങിക്കോട്ടെ. അങ്ങനെ പറ്റില്ലല്ലോ അച്ഛാ. ഹലോ സൂസൻ, അതെ. റോഷൻ നിന്നെ വിളിച്ചില്ലേ? അവൻ പറഞ്ഞതിനെ പറ്റി ആലോചിച്ചോ? ടേക്ക് എ ഗുഡ് ഡിസിഷൻ, ഓക്കേ? ഓക്കേ. ഓക്കേ then, bye. ആരാ? രഞ്ജിനി. അത് സ്വകാര്യ. ഞാൻ അവരുടെ കൂടെ നിന്ന് റോഷന്റെ പപ്പയുടെ കോളേജിലെ MBAക്ക് ഒരു അഡ്മിഷൻ വാങ്ങി തരാന്ന്. നീ എന്ത് തീരുമാനിച്ചു? വെറുതെ ഒരു പ്രശ്നമാക്കണ്ട. ഈ സ്ഥിതിയിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ അവരൊക്കെ വലിയ പിടിപ്പുള്ള ആളുകളാ, വെറുപ്പിക്കണ്ട. കൊള്ളാം, നല്ല ഉപദേശം. ഈ അച്ഛനെ കൊണ്ട് തോറ്റു. അതുകളെ വേഗം എക്സസൈസ് കഴിഞ്ഞ് റെഡി ആയിക്കോ, ഒരു സർപ്രൈസ് എടുക്കുന്നുണ്ട്. സർപ്രൈസ്? ആ, ഇന്നേ എന്റെ വക. ഓക്കെ? Yes, you can do it. Come on, Tony, give a try. ദേവമാഷി പറഞ്ഞ പോലെ വാൻഗോഗിന്റെ പിൻഗാമി എല്ലാം നിർത്തുന്ന എന്തിനാ? കമോൺ അച്ഛാ. ഇല്ല മോളെ, പ്രശ്നം സ്റ്റഡി ആയിട്ട് പിടിക്കാൻ പോലും എനിക്ക് പറ്റില്ല. ഇനിയൊരു പോർട്രേറ്റ് ഇംപോസിബിൾ. ആര് പറഞ്ഞു? ഡീറ്റെയിലിംഗ് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി ഇനി വരച്ചിടാനൊന്നുമില്ലല്ലോ. All things are possible through Jesus Christ. നിറങ്ങൾ കാണാൻ വൈകല്യമുണ്ടായിരുന്ന വാൻഗോഗ് പോലും ആ വീക്ക്നെസ്സിനെ ഒരു കലാരൂപമാക്കിയില്ലേ? മഞ്ഞയും ബ്രൈറ്റ് കളേഴ്സും ഒക്കെ എടുത്തു കാണിക്കുന്ന അസുഖമായിരുന്നു വാൻഗോഗിന്, യെലോറ്റിന്റെ വിഷൻ. എന്നിട്ടെന്താ, അത് കാരണം അദ്ദേഹം പുതിയൊരു സ്റ്റൈൽ തന്നെ ഉണ്ടാക്കിയില്ലേ, എക്സ്പ്രഷനിസം. സ്റ്റാറി നൈറ്റ് പോലുള്ള ചിത്രങ്ങളിൽ യെല്ലോ യൂസ് ചെയ്തിരിക്കുന്നത് ഒന്ന് കാണേണ്ടത് തന്നെ. അച്ഛാ, ദേ ഇത് പിടിച്ചേ. ബ്രഷ് കൊണ്ട് ഫൈൻ സ്ട്രോക്സ് വരച്ചാൽ മാത്രമേ പെയിന്റിംഗ് ആവൂന്ന് ആരാ പറഞ്ഞേ? അത് ശരിയാ. മേ ബി ഗോഡ് വാണ്ട്സ് ടു യൂസ് യു ഡിഫറently. സുസൻ, വരട്ടെ. ഓക്കേ.
അച്ഛാ, യു ആർ എ ജീനിയസ്. അച്ഛാ, ഈ ഓയിൽ വർക്ക് റിയൽ ടാലന്റ് ആണോ അല്ലേ? അച്ഛന്റെ നൈറ്റ് ഡ്രീം കണ്ടിട്ട് ഞങ്ങളുടെ ഫൈനാൻസിന്റെ ഹെഡ് ക്ലാസ്സിൽ എത്രയാ പുകഴ്ത്തിയെന്നറിയോ? ഇന്നാള് പെയിന്റ് കൊണ്ട് ചീത്ത എന്റെ ആ പോർട്രേറ്റ് ഇല്ലേ, അന്ന് അത് കണ്ട് എത്ര പേര് അച്ഛന്റെ ഫാൻസ് ആയത്. അന്ന് അത് ചീത്തയായപ്പോ എനിക്ക് ശരിക്കും വിഷമം വന്നതാ. പക്ഷെ ഇപ്പൊ അത് മാറിട്ടോ. ഇന്നാള് റോഷൻ കുറെ പെയിന്റിങ്സ് വെച്ചിരുന്നു അവന്റെ പപ്പയുടെ കടയിൽ വെക്കാൻ. ഏതായാലും അച്ഛൻ വീണ്ടും വരയ്ക്കാൻ തുടങ്ങിയല്ലോ. അക്രിലിക്കും വാട്ടർ കളർ ഒന്നും ചെയ്തില്ലെങ്കിലും സാരമില്ല, ഇത് മതി. അച്ഛൻ എന്തെങ്കിലും കുടിക്കാൻ വേണോ? വേണ്ട. എനിക്ക് ചെറിയൊരു തലവേദന. നീ ആ പേഴ്സിൽ നിന്ന് പൈസ എടുത്തോട്ട് പോയിട്ട് ക്രോസി വാങ്ങിയോ? ക്രോസിൻ മീറ്റി ഉണ്ടായിരുന്നല്ലോ അച്ഛൻ. അച്ഛാ, എന്തായി കാണിക്കുന്നേ? നീ പോയിക്കോ. അതിങ്ങത്താ.